ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ചേർത്തലയിലാണ് കേട്ടോ. അമ്മച്ചി അച്ചാച്ചിയൊക്കെ ഇപ്പൊ ചേർത്തലയിലാണല്ലോ. അപ്പോ ചേർത്തല വെള്ളപ്പൊക്കത്തിന് വന്നാ കേട്ടോ. അപ്പം വെള്ളം ഇറങ്ങിയിട്ടില്ല. അവര് ഒരാഴ്ചയും കൂടി ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളതാ പറഞ്ഞത്. കാരണം വെള്ളം ഇറങ്ങിയിട്ടില്ല. അപ്പോ ശനിയാഴ്ച ഇപ്പം നമ്മുടെ വഴിയിലൊക്കെ വെള്ളം ഇപ്പോഴും അരയറ്റം വെള്ളം നിൽക്കുകയാണ് റോഡിലൊക്കെ. അപ്പൊ ഞങ്ങൾ അമ്മച്ചിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇടയ്ക്കൊന്ന് വന്നതാണ് കേട്ടോ. അപ്പൊ അമ്മച്ചി അച്ചാച്ചിയൊക്കെ വന്ന് കണ്ട്. അപ്പൊ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞിട്ടേ ഇനി അച്ചാച്ചി വരുന്നുള്ളൂ. ഞങ്ങൾ ഇപ്പം തിരിച്ചു പോകും. അപ്പോൾ അച്ചാച്ചി അമ്മയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് കാണണമായിരുന്നു, വന്നൊന്ന് കാണാൻ വേണ്ടി വന്ന. പിന്നെ ഇച്ചിരി മരുന്നും ഒക്കെ മേടിച്ചോണ്ട് ഞാൻ വന്നു. കാരണം അച്ചാച്ചിക്കും അമ്മയ്ക്കും ഒക്കെ കഴിക്കാനുള്ള മരുന്നും ഒക്കെ മേടിച്ചോണ്ട് വന്നു. അപ്പൊ ഇന്ന് ആ വിശേഷങ്ങളിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം വീഡിയോയിലേക്കൊക്കെ പോവാം. അപ്പൊ നമ്മള് വീട്ടിലെത്തി. അപ്പൊ നമ്മളിപ്പോ ഇവിടെയാണ്, ചേർത്തലയിലെ വീട്ടിലാണ്. അപ്പോ നമ്മുടെ ഇളയ അളിയനാണ്. അപ്പോ ജോസി അളിയനാണ്. ജോസി അളിയനൊക്കെ. പിന്നെ അമ്മച്ചി ഇരിപ്പുണ്ട് ഇവിടെ. അമ്മച്ചി വെള്ളപ്പൊക്കത്തിന് വന്നാ കേട്ടോ. പിന്നെ അച്ചാച്ചിയുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം ഇരുന്ന് അന്നക്രിസ്റ്റാമ്മളുടെ പരിപാടി കാണുക കേട്ടോ. ഇവിടെ ഇരുന്നോണ്ട് അവള് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ പരിപാടിയൊക്കെ അവതരിപ്പിക്കാനായിട്ടൊക്കെ പോകും. അപ്പൊ ഇങ്ങനെ ഞങ്ങള് അവള് ഈ കലാപരിപാടികളും ഒക്കെ അവതരിപ്പിച്ചത്, സ്കൂളിൽ നഴ്സറിയിൽ അവതരിപ്പിച്ചതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് അവള് അവതരിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാരും കൂടി ഇവിടെ ഇരിക്കുകയാണ്. ഫ്രണ്ടിലത്തെ മുറി വന്നിരിക്കുകയാണ്. പിന്നെ ഷൈനുമോളുണ്ട്. പിന്നെ നമ്മുടെ രമേശനും ഞാനും കൂടാണ് അവിടെ വെളിയിനാട്ടൊന്നും ഇങ്ങോട്ട് പോകുന്നത്. രമേശനും ഞാനും ഒക്കെയുണ്ട്. അപ്പൊ അന്നകൃഷ്ണമോൾ അവള് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് ഇപ്പൊ നമുക്ക് വേണ്ടി പരിപാടി അവതരിപ്പിക്കും. അപ്പൊ നമുക്ക് ആ പരിപാടിയൊക്കെ കണ്ട് ആസ്വദിക്കാം. അല്ലേ? റെഡിയല്ലേ അന്നകൃഷ്ണ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മളുടെ അന്നകൃഷ്ണമോളാണ്. എന്റെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. ഇവള് ചേർത്തലയിലാണ്. അപ്പൊ ഞാൻ പെങ്ങളെടുക്കെ വരുമ്പോഴത്തേന് എപ്പോഴും ഇവള് ഓരോ പരിപാടി ഞങ്ങളെ വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞ് എന്നെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്ന ഇവളാ കേട്ടോ. എന്റെ വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് തരുന്നൊക്കെ ഇവളാ. അപ്പോ അവളെന്റെ പല വീഡിയോയിലും വന്നിട്ടുണ്ട്. അവള് ഡാൻസ് കളിച്ചിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്, എന്റെ കൂടെ ഒരുപാട് കുറുമ്പുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവള് ഇപ്പൊ എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് പാടാനായിട്ട് പോവാണ്. അന്നകൃഷ്ണമോള് ഒരു പാട്ട് പാടാൻ പോവാണ്. അവിടെ പാടിയ പാട്ട് നമുക്ക് വേണ്ടിയിട്ട് അവള് ഒന്നുകൂടെ പാടുകയാണ്. ആ പാട്ടൊന്ന് പാടിക്കേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഭാരത് മാതാ കീ ജയ്. പറ, ഭാരത് മാതാ കീ ജയ്. നമ്മുടെ അന്നകൃഷ്ണമോള് ആദ്യമായിട്ട് നമ്മുടെ ഓഗസ്റ്റ് 15 അന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് പാടിയ ഈശ്വര പ്രാർത്ഥനയുണ്ടല്ലേ, അത് ഗാനമുണ്ട്, ഈശ്വര ഗാനം. അപ്പൊ അത് അവള് നമുക്ക് വേണ്ടിയിട്ട് പാടുകയാണ്. അപ്പോ ആ പാട്ട് നമുക്ക് കേൾക്കാം. ും
അന്നകൃഷ്ണ മോള് നല്ലതായിട്ട് ഈശ്വര പ്രാർത്ഥന പാടി അത് ഈശ്വരൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ അന്നകൃഷ്ണ മോള് പറഞ്ഞ ഒരു അടിപൊളി പ്രസംഗമുണ്ട്. അപ്പൊ അവള് നമുക്ക് വേണ്ടി ആ പ്രസംഗം ഒന്ന് പറഞ്ഞു കേൾപ്പിക്കും. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവള് പ്രസംഗം ഒന്ന് പറഞ്ഞേ. പറഞ്ഞു. അധ്യാപകരെ കൂട്ടുകാരെയും അഗതമാണ് സ്വാതന്ത്ര്യത്തിന്റെ ആശംസകളായിരുന്നു. ഓഗസ്റ്റ് 15 നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരായത്. ജയ് ഹിന്ദ്, ഭാരത് മാതാ കീ ജയ്. ഹായ് ഫ്രണ്ട്സ്, നീ പറ. ഞാൻ അന്നകൃഷ്ണയാണ്. അപ്പൊ ഹായ് ഫ്രണ്ട്സ്, എല്ലാരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറ. എല്ലാരും ഷെയർ ചെയ്യണം. അപ്പൊ അവളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ ഇവരുടെ നേഴ്സറി അല്ലേ, നേഴ്സറിയില് ഇവര് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇവർക്ക് പ്രസംഗ മത്സരം ഉണ്ടായിരുന്നു, പാട്ട് മത്സരം ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇവള് പങ്കെടുത്തു. എല്ലാത്തിനും സമ്മാനം കിട്ടും, അത് അറിയിച്ചിട്ടില്ല, അത് പിന്നീടാണ്. അപ്പോ അതിന് ഇവള് നന്നായിട്ട് പ്രസംഗം പറഞ്ഞു, പാട്ടുപാടി. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള എന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ മുഹൂർത്തങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതാണ്. നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം, താങ്ക് യു.